ഹായ്, അപ്പൊ നമ്മുടെ റിസൾട്ട് എല്ലാവരും നോക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ റിസൾട്ട് വന്നതിൽ കുറെ പേരൊക്കെ പാസ്സായിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് കുട്ടികൾ അങ്ങനെ ഒരു പേപ്പറിനൊക്കെ ഫെയിൽ ആണ്. നമ്മുടെ ഇവിടെ ഒരു 3 പേരൊക്കെയാണ് ആകെ. ഒരുപാട് സ്റ്റുഡൻസും എക്സാം എഴുതിയിരുന്നു. അപ്പൊ ഇതില് ആകെ നമുക്കൊരു 3 പിള്ളേരൊക്കെയാണ് ഫെയിൽ ആയിട്ടുള്ളത്. അവർ നമുക്കൊരു വാല്യുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും കയറി പോരുന്ന് നമുക്ക് ഉറപ്പുണ്ട്. അത്ര മാർക്കുകളുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നിപ്പോ ഒരു വീഡിയോന്റെ ഇതായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ റിവാലുവേഷന്റെ ഡേറ്റ് ഇതിനോടൊപ്പം തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് 20-ാം തീയതി വരെയാണ് റിവാലുവേഷന്റെ ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത് അപ്ലൈ ചെയ്യാൻ. അപ്പൊ ഒരു പേപ്പർ 2 പേപ്പറൊക്കെ ഫെയിൽ ആയി ജസ്റ്റ് ഇപ്പൊ ഒരു 30 മാർക്ക് അല്ലെങ്കിൽ ഒരു 15 മാർക്ക് കിട്ടുന്ന കുട്ടികൾ തീർച്ചയായിട്ടും റിവാലുവേഷന് കൊടുക്കുക എന്തായാലും. കാരണം റിവാലുവേഷന് കൊടുത്ത് ഒരുപാട് പേര് പാസ്സായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എല്ലാവർക്കും റിവാലുവേഷന് കൊടുക്കാനേ പറയുള്ളൂ. ചിലപ്പോൾ 1 മാർക്ക് 2 മാർക്കുള്ള കുട്ടികൾ വരെ റിവാലുവേഷന് കൊടുത്തു കഴിഞ്ഞിട്ട് നല്ലോണം പാസ്സായ ഇതുണ്ട്. അങ്ങനത്തെ നമ്മൾ കഴിഞ്ഞ കൊല്ലം അതിന് മുന്നത്തെ വർഷം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്തായാലും റിവാലുവേഷന് കൊടുക്കുക. നമുക്കിപ്പോ അത്ര എമൗണ്ട് ഒന്നും റിവാലുവേഷന് വരുന്നില്ല. എമൗണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ റിവാലുവേഷന് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. കഴിഞ്ഞ തവണ നമ്മൾ റിവാലുവേഷൻ ഒരുപാട് കുട്ടികൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഒരുവിധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപൂർവം 1-2 പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും പാസ്സായിട്ടുണ്ട്. അപ്പൊ നമുക്കിനിപ്പോ നെക്സ്റ്റ് ഒരു വർഷം വെയിറ്റ് ചെയ്യണ്ടല്ലോ. ഒരു വർഷം ഇല്ല, കാരണം നമുക്കിനി മെയിലൊക്കെ പരീക്ഷ ഉണ്ടാവും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. അത്ര നാളെങ്കിലും വെയിറ്റ് ചെയ്യേണ്ട. റിവാലുവേഷൻ സെറ്റ് ആയി കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ പാസ് ഔട്ട് നടക്കും. അപ്പൊ ആ ഒരു ഓപ്ഷനിലേക്ക് എല്ലാവരും പോവുക. ഇനി നമ്മൾ വെയിറ്റിംഗ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ ഒരു പൈസ പോകുന്നു വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ ഇത്ര നാള് നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും റിസൾട്ടും എല്ലാ കാര്യങ്ങളും വന്നിട്ടുള്ളത്. ഇനി നമുക്ക് സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിച്ചത് റിവാലുവേഷനിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവര് നമ്മൾ ഉടനെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ അതിന് വേണ്ട അസിസ്റ്റൻസും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്നതായിരിക്കും. പിന്നെ എല്ലാവർക്കും പാസ്സായി ഒരുപാട് പേര് മെസ്സേജ് ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. പാസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷം. കാരണം നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര പിള്ളേര് നമ്മളിവിടെ പാസ്സായി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഓഫീസിന്റെ ആദ്യത്തെ പാസ് ഔട്ട് ബാച്ച് ആണ്. ഒരുപാട് ഒരു 10, 200, 300 പേരോളം നല്ല രീതിക്ക് പാസ്സായിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. നമ്മുടെ സ്റ്റുഡൻസിന് പുറമെ ഒരുപാട് പേര് നമ്മളുടെ റീസെന്റ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലൂടെ നമ്മളെ കിട്ടിയവര് ഒരുപാട് പേര് പാസ്സായിട്ടുണ്ട്. നമ്മള് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവർ പ്രത്യേക മെൻഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കിട്ടുന്നത് അങ്ങനെ ഞങ്ങൾ പാസ്സായി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് താങ്ക്സ് ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷം എല്ലാവരും പാസ്സായി എന്ന് പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫെയിൽ ആയവർക്ക് ഒരു സബ്ജക്ട് 2 സബ്ജക്റ്റ് ഒക്കെ ഫെയിൽ ആയവരുണ്ടാവും. അപ്പൊ അത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട. നമുക്ക് എളുപ്പത്തിൽ നമുക്ക് റിവാലുവേഷനിലൂടെ ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടാം. അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഈ പറഞ്ഞ പോലെ അടുത്ത തവണ നമുക്ക് സെറ്റാക്കാം. അടുത്ത എക്സാമിന് നമുക്ക് എഴുതാം. അപ്പോൾ പരമാവധി അതിനെ വൈകിപ്പിക്കാണ്ട് റിവാലുവേഷന് കൊടുക്കാൻ നോക്കാം. അപ്പൊ 20-ാം തീയതി പറഞ്ഞു കഴിഞ്ഞാൽ 20-ാം തീയതി അപ്ലിക്കേഷൻസ് അവിടെ എത്തണം. അപ്പൊ അതിന് മുൻപ് നമുക്കൊരു 15-ാം തീയതിയോട് കൂടെ നമ്മൾ ഇവിടെ അയച്ചു കഴിഞ്ഞാലാണ് 20-ാം തീയതിയോട് കൂടെ അവിടെ എത്തുള്ള അപ്ലിക്കേഷൻസ്. അപ്പൊ ഉടനെ തന്നെ വീഡിയോ കണ്ട ഉടനെ തന്നെ എല്ലാവരും നമ്മളെ കോൺടാക്ട് ചെയ്ത് അപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്യാൻ നോക്കുക. ഫില്ല് ചെയ്ത് നമുക്ക് പേയ്മെന്റ് ഒക്കെ സെറ്റിൽ ചെയ്ത് തന്നെയാണ് നമ്മൾ ഇന്ന് തന്നെ അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് ഇന്ന് തന്നെ അയച്ച് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. താങ്ക് യു.